ഇന്ന് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന് ഒരു വിശിഷ്ട അതിഥിയുണ്ട്. നമ്മുടെ ഇന്ത്യ ഭൂപടത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയിൽ നിന്ന് ബ്രില്യൻ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ റഷിക. റഷിക കഴിഞ്ഞ വർഷം ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ഈ വർഷം നന്നായി തന്നെ പരീക്ഷ എഴുതി മിടുക്കി കുട്ടിയായി നല്ല മാർക്ക് വാങ്ങി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തേനിയിൽ അഡ്മിഷനും കരസ്ഥമാക്കി ഞങ്ങളെയൊക്കെ ഒന്നുകൂടി ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മോഡൽ എക്സാം ഒക്കെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ റഷികയെയും റഷികയുടെ കുടുംബാംഗങ്ങളെയും കാണുകയും എങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷം റഷിക ഇതിനു വേണ്ടി മാറ്റിവെച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ ആകും. അതുകൊണ്ടാണ് റഷികയെ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റഷിക ഇതുപോലെ തന്നെ കൃത്യം ഒരു വർഷം മുന്നേ ബ്രില്യൻ കുടുംബത്തിലേക്ക് വന്നപ്പോൾ റഷികയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേപോലൊരു സന്തോഷ നിമിഷം പങ്കുവെക്കാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു? കുറേയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ. പക്ഷെ ഇവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് പിന്നെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇവിടെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ലൈബ്രറിയും പിന്നെ പ്രൊഫസേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷനും വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പം തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയി, എന്തായാലും ഉറപ്പിക്കാം അങ്ങനെ. പിന്നെ മോഡൽ എക്സാമത്തിന് ഫസ്റ്റ് മോഡൽ എക്സാം എഴുതിയപ്പോൾ തന്നെ എന്തായാലും ഉറപ്പിക്കാം, നമുക്ക് കിട്ടും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത്. പിന്നെ ഡൗൺ ആകുമ്പോഴത്തേക്ക് മിസ്സിനോട്, പിന്നെ എൻ്റെ ക്ലാസ് മിസ്സിനോട്, അലീന മിസ് ആയിരുന്നു ക്ലാസ് ടീച്ചർ, മിസ്സിനോട്, പിന്നെ ജോർജ് സാറിനോട്, ശിവൻ സാറിനോടൊക്കെ നല്ലോണം മോട്ടിവേഷനൊക്കെ കേട്ട് അങ്ങനെ ഒരു മോൾഡായി വന്നതാണ്. അപ്പം പറയാം. പിന്നെ മമ്മി ഡാഡി വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ട്. മാർക്ക് ഇച്ചിരി കുറഞ്ഞാലും ആരെങ്കിലും ചീത്ത പറയുന്നു അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും പിന്നെ കിട്ടും അങ്ങനെ പറഞ്ഞു. അപ്പോൾ മോളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ്, ഒരു കൾച്ചർ അതിലേക്കാണ് വന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനുകൾ മനസ്സിലുണ്ടാകുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് മോളെ കവർ ചെയ്ത് പോയത്? അതേ വന്നപ്പോൾ ഞാൻ CBSE പഠിച്ചതല്ല, തമിഴ്നാട് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് സിലബസ് ആണ് എനിക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേയൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ഇവിടുത്തെ സ്റ്റേറ്റ് ആയാലും CBSE ആയാലും NCERT തന്നെ പഠിച്ചതല്ലേ. അപ്പം എനിക്ക് കുറച്ചൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ എന്നെ കൊണ്ട് പറ്റും അങ്ങനെ എടുത്ത് മിസ്സിനോടും പിന്നെ എല്ലാവരോടും അങ്ങനെ ചോദിച്ച് കുറേയൊക്കെ പറഞ്ഞു. ഫ്രണ്ട്സ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു, റൂംമേറ്റ്സും എല്ലാവരും. കോമ്പറ്റേറ്റീവായിട്ട് അങ്ങനെ ഇല്ലാതെ എല്ലാവരും ഡൗട്ടൊക്കെ പറഞ്ഞെന്ന് അങ്ങനെ വളരെ നല്ലതായിരുന്നു. ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലായിരുന്നു. വാർഡനും നല്ല സപ്പോർട്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് മോളെ ഇതിലേക്ക് എത്തിച്ചതെന്ന് പറയാം അല്ലേ? അപ്പോൾ മോള് ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലൊക്കെ എന്തായാലും ബ്രില്യനെ കുറിച്ച് നേരത്തെ തന്നെ അറിയാം. എങ്കിലും മോൾ എങ്ങനെയാണ് ബ്രില്യനെ കുറിച്ച് കേട്ടറിഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബ്രില്യനെ ചൂസ് ചെയ്യാമെന്ന് തോന്നിയത്? ഞാൻ എൻ്റെ ഡാഡിൻ്റെ ഫ്രണ്ടിൻ്റെ പിള്ളേരോടെ പഠിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസം. അപ്പോൾ അതുവഴി അറിഞ്ഞ് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് മലയാളം അറിയില്ലായിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു. ഇപ്പൊ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മലയാളം ഒട്ടും അറിയില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കുറച്ച് ഡേയ്സ് ഒക്കെ ഫുൾ കരച്ചിലായിരുന്നു. എനിക്ക് മലയാളം അറിയില്ല, എന്ത് ചെയ്യും, ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അങ്ങനെ. പിന്നെ വന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മലയാളികളെക്കാളും നന്നായിട്ടാണ് റഷിക മലയാളം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഫീലിങ്ങേ വരുന്നില്ല കേട്ടോ മലയാളം പറഞ്ഞുവിടാന്ന്. അപ്പോൾ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ കൾച്ചർ ബാരിയർ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ പഠിച്ചത്. ആ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് ക്വിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അഥവാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മോൾ എങ്ങനെയാണ് ആ ഒരു ഫീലിങ്ങിനെ ഓവർകം ചെയ്തത്? കുറേ വട്ടം തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് തന്നെ ഒരു 1-2 വീക്സിൽ തന്നെ എനിക്ക് തോന്നി മതിയാക്കാം നമുക്ക്. പിന്നെ ഫുൾ ഡാഡി മമ്മി നല്ല മോട്ടിവേഷൻ, അവരാണ് പില്ലാസ്, ഫുൾ എവറി ടൈം ബാക്ക് ബോൺ എന്ന് പറയാം. പിന്നെ ബ്രില്യൻ്റ് തന്നെ ടീം, ഫുൾ എൻ്റയർ ഫാമിലി എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇവിടെ തന്നെ കൗൺസിലിംഗ് കുറേ വട്ടം പോയിട്ടുണ്ട്. ആ മാമിനെ ഞാൻ എല്ലാം അറിയായിരുന്നു. അപ്പൊ ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ പല കുട്ടികളും അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തോ പ്രശ്നമുള്ള ഞാനാണെന്നൊക്കെ കരുതുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അതേ നല്ലൊരു വിജയമൊക്കെ വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് വന്ന ഒരു കുട്ടി പറയുവാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ടെന്ന്. ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ചില മൊമെന്റിൽ നമ്മൾ ഒത്തിരി താഴെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാം, ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെ എത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതിന് എക്സാമ്പിൾ ആണ് റഷിക. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്
തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു കുട്ടി കൗൺസിലിങ്ങിന് പോയിട്ട് വരുമ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ കൗൺസിലിങ്ങിന് പോയി എന്ന് പറയാനൊരു മടിയാണ്. കാരണം അതെന്തോ വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു തീരെ കുറവായിട്ടാണ് കാണുന്നത്. ഏറ്റവും ബോൾഡായിട്ട് ഇത് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ ഒരുപാട് രീതിയിൽ പഠിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു പാളിപ്പോകുന്നതായിട്ടൊക്കെ തോന്നാം. അവിടെ എല്ലാം നമുക്ക് മുകളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ. റഷിക എപ്പോഴും തുടങ്ങിയപ്പോഴേ പറയുന്നത് റഷിക ഇവിടെ എത്തിച്ചത് ഇവർ രണ്ടുപേരുമാണെന്നാണ്. അമ്മയായിരിക്കണം, അച്ഛനും ഒരുപോലെയാണ് എങ്കിൽ പോലും മക്കള് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഞാൻ അമ്മയായതുകൊണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ പറയും കേട്ടോ. അപ്പം അമ്മയായിട്ട് അടുത്തായിരിക്കും, ഏറ്റവും കൂടുതൽ അമ്മയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടറിഞ്ഞത്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷം നമ്മളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, നമ്മുടെ വ്യൂവേഴ്സിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? அவ MBBS படிக்கணும்னு சொல்லிட்டு ஆசைப்பட்டா. சரி பிரில்லியன்ட்ல வந்தா கண்டிப்பா வந்து MBBS படிக்கலாம் அப்படின்னு சொல்லிட்டு எங்களுக்கு ஒரு அவங்க ஃப்ரெண்டு வழி, என் ஹஸ்பண்டோட ஃப்ரெண்டுக்கு பிள்ளைங்க இங்க படிக்கிறதுனால அவங்க சொல்லிட்டாங்க நேரமே, இப்படி இங்க வந்து படிச்சாச்சுன்னு சொன்னா அதிக மார்க் எடுக்கலாம், கவர்மெண்ட்ல சீட்டு கிடைக்கும், கண்டிப்பா வந்து ஏழைகள் கூட கண்டிப்பா வந்து அதுல சேர்ந்து என்ன பண்ணுவாங்க, வின் பண்ணிடுவாங்க, அதனால உங்க பிள்ளை இங்க சேர்த்துருங்க அப்படின்னு சொன்னாங்க. ஏன்னா சராசரி மேக்சிமம் வசதியானவங்க ஆனாலும் சரி ஏழை ஆனாலும் சரி இங்க வந்தாச்சுன்னா எல்லாருமே சரிசமமா படிச்சு மார்க் எடுக்க வேண்டியது ஒரு பிரில்லியன்டால முடியுது, பிள்ளைங்களுக்கு கோச்சிங் கொடுக்க முடியுது. அந்த ஒரு தைரியத்திலையும் திரும்ப வந்து பிள்ளைங்களுக்கு ரொம்ப சேஃப்டியும் இருக்குது. இப்போ பொம்பளைங்க என்னன்னா ரொம்ப சேஃப்டியை பார்ப்போம் நாங்கள். ஆனால் பிரில்லியன்ட்டை பொறுத்த வரைக்கும் இன்னைக்கு நல்ல சேஃப்டியும் இருக்குது, அதே டைம்ல வந்து படிக்கிறதுக்கும் ரொம்ப ஊக்கப்படுத்தி படிக்கிறாங்க. படிக்க வச்சதுனால தான் இன்னைக்கு பேரண்ட்ஸ் சப்போர்ட்டும் உண்டு, பிரில்லியன்ட்டுக்கு சப்போர்ட்டும் உண்டு. அதனால தான் இன்னைக்கு என்னோட பிள்ளை இவ்வளோ മാർക്ക് എടുത്തിരിക്കുക. ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഇത് മോളുടെ റിസൾട്ട് വന്നപ്പോ എന്താണ് തോന്നിയത്? ആദ്യം ആ ഒരു മോള് പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നന്നായിട്ട് എഴുതിയെന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യത്തെ? അത് சொல்ல முடியாதுல்ல, அவ்வளவு സന്തോഷം. തേനി മെഡിക്കൽ കോളേജിൽ മോളെ കൊണ്ടുപോയി അഡ്മിഷൻ എടുപ്പിച്ചപ്പോൾ ഒരു പക്ഷേ ഏറ്റവും നമുക്ക് വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിങ്സിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത്. ഈ നിമിഷം ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോട് എന്തൊക്കെയായിരിക്കും പറയാനുള്ളത്? +2 முடிச்சுட்டு என்ட்ரன்ஸ் நீட் எக்ஸாம் எழுதுறதுக்காக ஒரு கோச்சிங் சென்டரை வேணும்னு சொன்னப்போ நாங்கள் பிரில்லியன்ட்டை சூஸ் பண்ணி க்ரீன் பார்க்கை சொல்லியிருந்தாங்க 2-3 பேர் க்ரீன் பார்க். அப்போது நாங்கள் தான் வேண்டான்னு சொல்லி பிரில்லியன்ட்டை சூஸ் பண்ணி இங்கே கொண்டு விட்டேன். ஒரு அவளுக்கு ஃபியூச்சருக்கு நல்ல ஒரு எக்ஸாமில் நல்ல ஸ்கோர் பண்ண முடியும் என்று இங்கே பிரில்லியன்ட்டில் கொண்டு விட்டோம். பிரில்லியன்ட்டை வந்து அட்மிஷன் போட்ட அன்றைக்கி எங்களுக்கு ஒரு நம்பிக்கை இருந்துச்சு, எப்படியாவது இந்த நீட்டில் அச்சீவ் பண்ணுவான்னு ஒரு நம்பிக்கை இருந்தது. அந்த நம்பிக்கை இங்கே இருந்த ஸ்டாஃபுகளும் இங்கே நிர்வாகமும் இந்த பிரில்லியன் நிர்வாகம் இங்கே அவங்களுக்கு ஒரு பக்கபலமாக இருந்து பிள்ளைகளும் நல்ல படிக்கிறதுக்கான வசதிகளை இங்கே செய்து கொடுத்திருக்கின்றார்கள். அதன் மூலமாக அவர் நல்ல ஒரு இந்த ஸ்கோரை அவர் எடுப்பதற்கு காரணமாக இந்த பிரில்லியன் நிர்வாகம் என்பதிலே எந்த ஒரு ஐயமும் இல்லை. நாங்கள் எடுத்த அந்த பிரில்லியன்ட்டை நம்பியதே எங்களுக்கு ஒரு நம்பிக்கையை எங்களுக்கு ஒரு உண்மையாக்கி தந்த പെരുമ இந்த பிரில்லியன்ட் നിർവാഹത്തിற்கு இருக்கும் എന്നதை தெரிவித்துக் கொள்கிறேன். ബ്രില്യന്റിനെ വിശ്വസിച്ച ഒരു കുടുംബം, ബ്രില്യന്റ് തിരിച്ച ആ കുടുംബത്തിന് എന്ത് കൊടുത്തു എന്നുള്ളതിന് തെളിവാണ് റഷിക. അപ്പോൾ നാളെ നിങ്ങളും ബ്രില്യന്റിനെ വിശ്വസിച്ച ഒരുപാട് പേര് ഈ വർഷവും ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനി ഇതേ സെപ്റ്റംബർ 25-ന് ഏറ്റവും അവസാനത്തെ ബാച്ച് വരുമ്പോൾ അവിടെയും ഞങ്ങളെ വിശ്വസിച്ച ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം ചേരുകയാണ്. സോ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന വിശ്വാസം 100% ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്ന ഉറപ്പാണ് ഞങ്ങളുടെ ഓരോ മക്കളിലൂടെയും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.